ഹലോ ഹലോ അമ്മേ. പറ മോനെ, എന്താ വിശേഷിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കാര്യങ്ങൾ അറിയാൻ വിളിച്ചതാ. അവിടെ സുഖമല്ലേ എല്ലാവർക്കും? അതെ മോനെ, നിനക്കോ? എനിക്കെന്താ ഇങ്ങനെയൊക്കെ പോകുന്നു. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, സന്തോഷായിട്ടിരിക്കെ. എന്റെ സന്തോഷം ധനുമോളാ അമ്മേ. അവളുടെ വിശേഷങ്ങൾ കേൾക്കുന്നതിനും അറിയുന്നതിനും അപ്പുറം മറ്റു സന്തോഷമൊന്നും ഇപ്പില്ല. ആ, എല്ലാം വിധി. അല്ലെങ്കിൽ നീയും ഞങ്ങൾക്കൊപ്പം ഈ വീട്ടിലുണ്ടാവേണ്ടതല്ലേ? ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ ഒരു കാര്യമില്ല അമ്മേ. ആ അതെ. ധനുമോളെ സ്കൂൾ മാറ്റിയോ? ഞാൻ മോളെ കാണാൻ സ്കൂളിൽ പോയിരുന്നു. ആ, അത് ഞാൻ നിന്നോട് പറയാൻ മറന്നു. പൂർണിമ സ്കൂളിൽ ചെന്ന സമയത്ത് അവിടെയുള്ള ഒരു ടീച്ചറുടെ കുട്ടികളോടുള്ള സംസാരം പെരുമാറ്റം ശരിയല്ലായിരുന്നു. അതാ സ്കൂൾ മാറ്റിയത്. എടുത്തു ചാടി അങ്ങനെ ഒരു തീരുമാനം പൂർണ്ണിമ എടുക്കുന്നതല്ലോ. അതെ, പക്ഷെ ധനുമോളുടെ കാര്യത്തില് അവൾക്കൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല എന്നുള്ളത് സഞ്ജയ്ക്ക് അറിയാലോ. പെരുമാറ്റം ശരിയല്ലാത്ത ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സ്കൂളില് എങ്ങനെ ധനുമോളെ പഠിപ്പിക്കും? മോളുടെ കാര്യത്തിൽ പൂർണ്ണിമയ്ക്ക് തെറ്റുപറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാ. എവിടേക്കാ മോളെ മാറ്റിയത്? സ്കൂളിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ ധനുമോളെ പോലെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണെന്നറിയാം. പൃഥ്വി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ചേച്ചിയാ അവിടെ പഠിപ്പിക്കുന്നത്. അത് നന്നായി. അപ്പൊ ധനുമോളെ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ. ആ ആ ഒരു വിശ്വാസത്തിലാ പൂർണിമയും. കിടാവോ നല്ല കോമളതാമോനെ, നീ അവിടെ എന്തെടുക്കാ? ഞാനിവിടെ കളിക്കാമേ. വന്നേ, ഭക്ഷണം കഴിക്ക്. ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ഇപ്പൊ വരാമേ. ദേ ഓടിക്കളിക്കില്ലേ, വീരും. ഇല്ല വീരില്ല, ഞാൻ പറഞ്ഞതല്ലേ. അമ്മയുടെ മോനിങ് വന്നേ. വാ, ഇവിടെ ഇരിക്ക്. തന്റെ നിലാവോ. ഈ മുറിയില കിരണിന്റെ അമ്മ താമസിച്ചത്. ഇപ്പൊ ഇവിടെ വേറെ രണ്ടുപേരാ താമസിക്കുന്നത്. ഈ മുറിയിൽ ഇപ്പോഴും എന്റെ അമ്മ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവരുടെ പ്രസൻസ് അവര് ഈ മുറി വിട്ടു പോയാലും നമുക്കൊപ്പം തന്നെ ഉണ്ടാവും. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആളാ ഞാൻ. കിരണിന്റെ അമ്മയുടെ ഒരു ബാഗ് ഞങ്ങൾ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കിരൺ വന്നാൽ തരാനായിട്ട് വെച്ചിരുന്നതാ. ഞാൻ അതെടുത്തിട്ട് വരാം. ശരി. ഇതെല്ലാം നീ വാങ്ങിയതാണോ പൂർണിമേ? അതെ, അഷിതയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാ. അഷിതയ്ക്കോ? അതെ. ഇതിന്റെ ആവശ്യമുണ്ടോ പൂർണിമേ? അതെ, ഇത്രയൊന്നും ആഭരണങ്ങള് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അതാ ഞാനും പറഞ്ഞത്. ഇനിയിപ്പോ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ തന്നെ ചെറിയ മാലയോ വളയോ കൊടുത്താ പോരെ? എന്ത് എങ്ങനെ കൊടുക്കണമെന്ന് പൂർണിമയുടെ തീരുമാനമാണ്. അതിനാരും ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതല്ല മഹിയേട്ടാ, അർഹിക്കുന്നതിനപ്പുറം വാരി കൊടുത്താൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ചെറിയമ്മേ. പൃഥ്വിയുടെ ഭാര്യ ആവുന്നതോടെ അഷിത ഈ കുടുംബത്തിലെ അംഗമായി മാറും. അവൾക്ക് ഇവിടെയുള്ള എല്ലാവരെയും പോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? കണ്ണിനെ കയം കാണിക്കരുതെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ടെൻഷൻ ആർക്കും വേണ്ട.
ഇതൊക്കെ എന്റെ ഇഷ്ടത്തിന് ഞാൻ വാങ്ങിച്ചതാ. ഇതൊക്കെ കമ്പനി അക്കൗണ്ടിൽ നിന്നും വാങ്ങിച്ചതാണോ? ആണെങ്കിൽ എന്താ, എന്തിനാ അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? അല്ലേട്ടാ, കമ്പനി അക്കൗണ്ടിൽ നിന്നാണെങ്കിലേ അതിന്റെ ഓഡിറ്റിംഗ് സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്നില്ലേ? എല്ലാവർക്കും തുല്യ അവകാശ ഉത്തരവാദിത്വം ഒക്കെ ഉള്ളതല്ലേ? അതാണ് ചേച്ചി അങ്ങനെ ഉദ്ദേശിച്ചത് അല്ലേ ചേച്ചി? ആണ്. അങ്ങനെ ഒരു ടെൻഷൻ ആർക്കും വേണ്ട. ഇത് മാത്രല്ല, കല്യാണത്തിന്റെ എല്ലാ ചെലവും പൂർണിമയുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നാ ചെലവാക്കുന്നത്. അമ്മ മിണ്ടാതിരിക്കുക, എന്തിനാ വെറുതെ? നീ എന്തിനാ എന്നെ തടയുന്നത്? കണക്കറിയാൻ വേണ്ടിയല്ലേ ചോദിച്ചത്? അപ്പൊ വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കട്ടെ, നിങ്ങളുടെ ആരുടെയും ഷെയറില് ഒരു കുറവുണ്ടാവുന്ന ആർക്കും പേടി വേണ്ട. ഇവളുടെ അനിയന്റെ കല്യാണം നന്നായി നടക്കണമെന്നൊരു ചിന്ത മാത്രമേ പൂർണിമയ്ക്കുള്ളൂ. സ്വന്തം ഇഷ്ടങ്ങളെക്കാളും താല്പര്യങ്ങളെക്കാളും ഈ കുടുംബത്തിന് പൂർണിമ വില കൽപ്പിക്കുന്നുണ്ട്. രക്തബന്ധങ്ങളെ പണം കൊണ്ട് അളക്കാൻ ഇവൾ ശ്രമിച്ചിട്ടില്ല. എന്റെ ഷെയർ, നിന്റെ ഷെയർ എന്ന ചിന്തയൊന്നും ഇവൾക്കില്ല. ഈ കുടുംബത്തിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇവള് ചെയ്തിട്ടുണ്ട്, ഒന്നും ഇന്ന് വരെ വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. അമ്മേ വേണ്ട, നിർത്ത്. അയ്യോ, ഇത്രയൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, എല്ലാരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേച്ചി അങ്ങനെ പറഞ്ഞത്.